ഹലോ, ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്. രാവിലെ തന്നെ സ്വിമ്മിങ്ങിനായി കണ്ണനെയും കൊണ്ട് അക്കാദമിയിലേക്ക്. വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ ഒത്തിരി ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എക്സസൈസ് ഫോർ കിഡ്സ്. ഓക്കെ, തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറുതെയുള്ള ബിരിയാണി അല്ല കേട്ടോ, സ്പെഷ്യൽ ചക്ക ബിരിയാണി. അപ്പോൾ എങ്ങനെയാ, തുടങ്ങിയാലോ? ഇടിച്ചക്ക ചെറിയ കഷ്ണമായി മുറിച്ച് നല്ലോണം വേവിച്ചെടുക്കുക. ഉടഞ്ഞു പോവാണ്ട് നോക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് അതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്യണം. നമ്മൾ സവാള വറുത്ത് വെച്ച എണ്ണയിൽ ഷാലോ ഫ്രൈ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആ ടൈം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മല്ലിയിലയും പുതിനയിലയും ഒക്കെ നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല എന്നിവ ഈ ഷാലോ ഫ്രൈ ചെയ്ത ചക്കയിലേക്കിട്ട് നമുക്ക് പതിയെ മിക്സ് ചെയ്തെടുക്കാം. കൂടെ തൈര് ഒഴിക്കണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. മല്ലിയിലയും പുതിനയിലയും ഇടണം. അത് ഒഴിച്ച് നന്നായിട്ട് പതിയെ നമ്മളതിനെ എന്ത് ചെയ്യണം, മാരിനേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നാരങ്ങാ നീരൂടെ ഒഴിക്കണം. ഓക്കെ, ഇളക്കുമ്പോൾ വേവിച്ച ചക്ക കഷ്ണം പൊടിഞ്ഞു പോവാണ്ട് നോക്കണം. മൂത്ത ചക്കയല്ല കേട്ടോ, ഇടിച്ചക്കയാണ് എടുക്കേണ്ടത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇടിച്ചക്കയാണ് എടുക്കേണ്ടത്. മൂത്ത ചക്ക എടുത്തു കഴിഞ്ഞാൽ ചക്കക്കുരുവിന് തൊലി ഉണ്ടാവും. ഇളം ചക്ക വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവയെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് ഒരു മണിക്കൂറത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ആ സമയം കൊണ്ട് അരി വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് വറുത്ത സവാളയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അരിക്കുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ച ശേഷം നമ്മുടെ മസാല കൂട്ട് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. കൂടെ ഉപ്പും നാരങ്ങാ നീരും ചേർക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് അരി ഇട്ട് വേണം തിളപ്പിക്കാൻ. കണ്ടോ, അതിലേക്ക് ബേ ലീവ്സും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങാ നീരും കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ഉരുളി വെച്ച ശേഷം എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നെയ്യ് ഇടുക. ഇനി നമുക്ക് ഈ മസാലക്കൂട്ടുകൾ അതിലേക്ക് ഇട്ട ശേഷം നല്ലോണം വഴറ്റിയെടുക്കുക. ഈ കാണിക്കുന്നത് സ്റ്റോൺ ഫ്ലവർ എന്നുള്ളൊരു സാധനമാണ്. അത് നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിയിൽ. ഇനി നമുക്ക് ഉരുളിയിലേക്ക് ഇതിട്ട് നമുക്കത് ചൂടാക്കിയെടുക്കാം. മസാലക്കൂട്ടൊക്കെ നല്ലോണം മൂപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ അരി നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുത്ത് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ മൂപ്പിച്ചതിലേക്ക് നമ്മൾ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. കൂടെ പച്ചമുളക് ഇടുക. സവാള ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റിയെടുക്കുക. കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടുക. നല്ലോണം വഴറ്റി ബ്രൗൺ നിറമാകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. സവാളയുടെ പച്ച നിറം മാറുന്നിടം വരെ അത് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇനി അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ് അതിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളി പ്യൂരി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതും കൂടെ ഇട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ അരി വെന്തിട്ടുണ്ട്. ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ലോണം വേവണ്ട, ഒരു 95% വെന്താൽ മതി. അതിനുശേഷം നമ്മുടെ തക്കാളി പ്യൂരി, ബാക്കി ഗ്രേവി നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മളതിലേക്ക് നമ്മുടെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ചെറിയ ചക്ക, നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചക്കയെ അതിനോട്ട് ഇടുക. കണ്ടോ, എന്ത് കളറുണ്ടെന്ന് നോക്കി, എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കി. നമ്മുടെ കറക്റ്റ് ചിക്കൻ പോലെ ഇരിക്കും. ചിക്കൻ മാറി നിൽക്കുമെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആ ഗ്രേവിയിലേക്കിട്ട് സാവകാശം അതിനെ വഴറ്റി ആ മസാല അതിൽ കൊള്ളത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് അതിലിട്ട് നമ്മളൊന്ന് ചൂടാക്കി അതിനെ എടുക്കുക. ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. തലയിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ഇടണം. ഓക്കെ, നമ്മൾ വേവിച്ച് വെച്ച അരിയാണ്. ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ടൊരു വലിയ പാത്രം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മസാല ബേസായിട്ട് കൊടുക്കുക. അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്കതിൻ്റെ ടേസ്റ്റ്. അത് ദം ചെയ്യാനായിട്ട് നമ്മൾ ലെയറായിട്ട് ഇടാൻ പോകും. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ മസാല ബേസായിട്ട് ഇടുക. അതിൻ്റെ മുകളിൽ ചോറിടുക. പിന്നെ വറുത്ത് വെച്ച സവാള ഇടുക. മല്ലിയിലയും പുതിനയിലയും വിതറുക. വീണ്ടും ലെയർ ചെയ്യാനായിട്ട് നമ്മൾ മസാല ഇടുന്നു. അതിൻ്റെ മുകളിൽ അരി ഇടുന്നു, വേവിച്ച ചോറിടുന്നു. പിന്നെ നമ്മൾ സവാളയും മല്ലിയിലയും പുതിനയിലയും ഇടുക. എന്നിട്ട് നമ്മളൊരു വാഴയില എടുത്ത് വേണം അടച്ചു വെക്കാൻ. അപ്പോൾ ആ വാഴയിലയുടെ സ്മെല്ലും നമ്മുടെ ബിരിയാണിയിലേക്ക് കൊണ്ടുകഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
നമ്മൾ അരി ഇടുമ്പോഴും ശ്രദ്ധിക്കണം, അരി ഉടയാണ്ട് നോക്കണം. ഓക്കെ, സവാള വറുത്തത് നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടിപ്പോകാൻ പാടില്ല, ചിലപ്പോൾ അതിനൊരു കയ്പ്പ് ഫീൽ ചെയ്യും. കണ്ടോ, ആ മസാലയുടെ കളറ് കാണുമ്പോഴേ നമുക്കറിയാം അതിൻ്റെ രുചി. അങ്ങനെ ലെയർ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് കലക്കിയത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മഞ്ഞ നിറം നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നമ്മളതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കണം, അപ്പോൾ അത് തുറന്നു പോകത്തില്ല. അപ്പോൾ ആ ദം ചെയ്യും, അതിനുള്ളിൽ തന്നെ ഇരുന്നത് ദമ്മാവും. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മൾ ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിച്ചിരിക്കുകയാണ്. കണ്ടോ എന്ത് രസമുണ്ടെന്ന് നോക്കിയാൽ കാണാൻ, കളർഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കശുവണ്ടിയും കിഷ്മിഷും വറുത്തുകൂടി ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ സെർവ് ചെയ്താലോ. അങ്ങനെ ബിരിയാണി പ്ലേറ്റിലേക്ക് കൂടെ സലാഡും പപ്പടവും അച്ചാറും. അമ്മൂന് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്.